ഹലോ, ഞാൻ സുനീസ ജീവരേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോജ, നിയർ അവർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കളെ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. ആമേൻ. ഇതെൻ്റെ കുടുംബത്തിലും വാഴട്ടെ. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ മക്കളും തലമുറയും നമ്മൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ ദൈവം ഓരോരുത്തരെ സൃഷ്ടിച്ചേക്കണേ. അല്ലാണ്ട് ഒരാൾ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ചോ ഒരാൾ എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുക. നമ്മൾ നമ്മുടെ മക്കളെ അങ്ങനെ കരുതാറല്ലോ. രണ്ട് മക്കളുടെയും രണ്ടുപേരും വലിയ അവസ്ഥയിലെത്തണമെന്നല്ലേ ഒരു അപ്പനും അമ്മയും ആഗ്രഹിക്കുള്ളൂ. ഈ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പറ്റി ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിതാവായ ഞാൻ എത്രയധികം ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണ്, മുഖപക്ഷമില്ല. അപ്പോൾ നമ്മൾ തിരിച്ചറിയാഞ്ഞിട്ട് എൻ്റെ ഉള്ളിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു യേശു വസിക്കുന്നുണ്ട്. എനിക്ക് ആ ശക്തി പരിശുദ്ധാത്മാവിനാൽ എന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കാലെടുത്ത് വയ്ക്കുമ്പോൾ ദൈവം എനിക്ക് മുമ്പായി നടക്കുന്നുണ്ട്, എനിക്ക് പിമ്പടയുണ്ട്. അപ്പോൾ ഞാൻ കാലെടുത്ത് വെച്ചാലേ എനിക്ക് അനുഗ്രഹം കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും ദൈവത്തെ ഓർത്ത് കാലെടുത്ത് വെച്ചുക. മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ എഴുന്നേറ്റ് പ്രകാശിക്കുക, എൻ്റെ പ്രകാശം നിന്നിലേക്ക് വന്നിരിക്കുന്നു എന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പോൾ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. യെരമ്യ 9:23-24. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാനിതെൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. പക്ഷെ നമ്മൾ പ്രശംസിക്കാണ്ടിരിക്കുക. ആർക്കെങ്കിലും ബുദ്ധിമാനൊക്കെ ആണെങ്കിൽ എല്ലാവരും ഇങ്ങനെ അവർ നേടിയെടുത്തതൊക്കെ ദൈവം തരുന്ന ബുദ്ധി ജ്ഞാനമൊക്കെ ഉള്ളൂ. ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. എല്ലാവരും തൻ്റെ ധനത്തിലൊക്കെ അല്ലേ പ്രശംസ. അതേ കണ്ടോ ബൈബിളിൽ പറഞ്ഞേക്കണേ. ഇതൊക്കെ ദൈവം തരുന്ന. എനിക്ക് ₹1 എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ മഹത്വം അപ്പടി യേശുമ്പരാനാട്ടോ. യേശുമ്പരാൻ തന്നെയല്ലാണ്ട് എൻ്റെ കയ്യിലൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ സ്വയം പ്രശംസിക്കാൻ പാടില്ലെന്നാണ്. പ്രശംസിക്കുന്നനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. അപ്പം നമ്മൾ ദൈവത്തെ അറിയുന്നതിൽ പ്രശംസിക്കാനാണ് പറഞ്ഞത്. എനിക്ക് യേശുവിനെ അറിയാം, എൻ്റെ യേശുപ്പനെ അറിയാം. വചനം പ്രമാണിക്കുന്നതിലൊക്കെ നീ സ്വയം പ്രശംസിച്ചോ. നീ ആത്മീയമായിട്ട് വളരുന്നതിൽ നീ പ്രശംസിക്കുക. അല്ലാണ്ട് നിനക്ക് ധനവും മാനവും ഇതൊക്കെ യഹോഭക്തന്മാർക്ക് കിട്ടണ ധനവും മാനവും ജീവനവും അവൻ്റെ പുറകെയാണ്. അതിൽ പ്രശംസിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഇതിലല്ലയോ എനിക്ക് പ്രസാദമുള്ളത് എന്ന യഹോവയുടെ എല്ലപ്പാട്. ആമേൻ ആമേൻ. അപ്പോൾ നമ്മുടെ സമ്പത്തിലും ജ്ഞാനത്തിലും ഒന്നും അതൊക്കെ ദൈവം തരുന്നതാണ്. മഹത്വം ദൈവത്തിന്. ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ അപ്പോൾ സാരിയുടെ ബനാറസിൻ്റെ സാരി ആട്ടോ. അപ്പോൾ ബനാറസ് സാരി അല്ലേ ട്രെൻഡ്. ഇത് സിൽക്കിലാട്ടോ. ചിലപ്പോൾ നമ്മൾ ക്രേപ്പിലും കാണിക്കാറുണ്ട്. ഇത് സിൽക്കിലാണ് ബനാറസ്. സിൽക്കിലാണ്. ഭയങ്കര രസമുള്ള കളറിലെ. എനിക്ക് ഈ ബ്ലൂ ഭയങ്കര രസമാണ്. എനിക്ക് നന്നായിട്ട് ചേർന്നില്ലേ. ബ്ലൗസ് ഇതാ നല്ല അടിപൊളി സിൽക്കാട്ടോ. അതേ ബ്ലൗസിൻ്റെ തുണി കാണുമ്പോൾ അറിയാം. സോഫ്റ്റ് സിൽക്കിലാട്ടോ. ബോർഡർ ഉണ്ട്. 2899. ഇപ്പം ഈ ബനാറസിൻ്റെ ഇങ്ങനത്തെ 12,000 കിട്ടും, 18,000 കിട്ടും. എനിക്ക് 5,000 ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നാൾ എന്നോട് ചോദിച്ചു, ഇതാ എങ്ങനെ ഇന്നയിടത്ത് ഇത് 12,000 എടുത്താണ് അവരുടെ കൂടെ കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോയാൽ. അവർക്കും ആ സെയിം റെഡ് ഉണ്ടായിരുന്നു. അവരുടെ 12,000 ആണ്, എൻ്റെ 5,000 ആണ്. ഞാൻ വേണ്ടിയില്ല. വിലയൊന്നും തിരിച്ചറിയാൻ പറ്റൂല ഒരു സിൽക്കിലും. അപ്പോൾ ഹാപ്പി കസ്റ്റമറിൽ ആ ഫോട്ടോ ഉണ്ടല്ലോ അല്ലേ. ഇതിനെ പിടിച്ചിട്ടുണ്ടോ കൊച്ചിൻ്റെ എല്ലാ സിൽക്കിലും എൻ്റെ ഫോൺ കൊടുക്കും. സാഫയർ ഗ്രീൻ. ഇതിന് ബ്ലൂ ബ്ലൗസ് തന്നെയാട്ടോ. ഇതാട്ടോ ബ്ലൗസ് പീസ്. നിങ്ങൾ ഫോട്ടോ ഞങ്ങളുടെ സാരിയൊക്കെ ഇതൊക്കെ ഉടുത്തിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തരുമ്പോൾ ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണോ. എൻ്റെ ദൈവമേ, ശരിക്കും പരസ്യത്തിന് നിൽക്കണ പോലെ. അപ്പോൾ ഒരു കൊച്ച് ഹാപ്പി കസ്റ്റമറിൽ ഇട്ടേക്കണ ഫോട്ടോ എടുത്ത് വയ്ക്കാൻ പറയുന്നത്. നമ്മൾ അടുത്ത ഓരോ സാരിയുടെയൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ട് പോവുക. അപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ ഇട്ട് തന്നെ കേട്ടോ. ഇത് കണ്ടോ. ഇത് മെറ്റീരിയൽ ബഗൽപൂരി സിൽക്ക് അല്ല കേട്ടോ, വേറെ ഒരു സിൽക്കാണ്. അതിൽ ഫുൾ ഇങ്ങനെ വർക്കുണ്ട് കേട്ടോ. ഇതിങ്ങനെ സെൽഫ് ഡിസൈൻ അല്ല.
നൂലും കൊണ്ട് ത്രെഡും കൊണ്ട് ഫുൾ വർക്ക് പോലെ റണ്ണിങ്, ഈ കാന്താ വർക്ക് പോലെ ഇങ്ങനെ വർക്ക് പോലെയുണ്ട്. ഇത് കാണാലോ. കോൺട്രാസ്റ്റ് ബ്ലൗസും ആട്ടോ. നല്ല രസമുള്ളൊരു സാരി. ഇതാട്ടോ ബ്ലൗസ് പീസ്. ബ്ലൗസ് പീസിലും ഇങ്ങനെ റണ്ണിങ് വർക്ക്, ഇങ്ങനെ റണ്ണിങ് ഉണ്ട്. നല്ല സാരി ആട്ടോ. 1399, 1390. നല്ല സാരി, നല്ല പേസ്റ്റൽ പിങ്കും ഗ്രീനും. ഇതിൻ്റെ കോമ്പിനേഷൻ എല്ലാം നല്ലതാട്ടോ. ഇപ്പം മഴ പെയ്യുള്ളൂ അല്ലേ, കാലത്തിൻ്റെ ഗതിയില്ലേ. ഡിസംബറിൽ സാധാരണ മഴയൊന്നും പെയ്യണല്ലോ, പക്ഷേ മഴ പെയ്യട്ടെ അല്ലേ. ചൂടൊക്കെ, മഴയും ചൂടും ഒക്കെ എല്ലാവർക്കും എപ്പോഴും പനിയും ഇതുമൊക്കെ അല്ലേ. ഗോൾഡൻ കളറ്. ഇതാട്ടോ ബ്ലൗസ് പീസ്. എന്തല്ല കോമ്പിനേഷനല്ലേ, ഗോൾഡനും മുന്തിരി കളറും. ഇതാട്ടോ ബ്ലൗസ് പീസ്. അതിൽ ആ സ്ട്രൈസ് നിങ്ങൾക്ക് ശരിക്കും കാണാമല്ലോ, ആ സ്ട്രൈസ് ശരിക്കും കാണാമല്ലോ. 1390 ആട്ടോ. നല്ല സാരി. ഇത് ആദ്യം കണ്ടതിൻ്റെ നേരെ തിരിച്ച്. നിങ്ങൾ അവിടെ നിന്ന് ഫോണിൻ്റെ എടുത്തുനിന്ന് ഒന്നും പറയുന്നിട്ടോ, ഫോൺ കേൾക്കും വീഡിയോയിൽ. ഗ്രീൻ പിങ്ക്, അടിപൊളി സംഭവം. 1390. നല്ല കളേഴ്സാണ്. എല്ലാം ഏത് വേണമെന്ന് എടുക്കുമെന്ന് അങ്ങനെ ആഗ്രഹിക്കണ പോലെ അതുപോലെ വെറൈറ്റി കേട്ടോ. ഇങ്ങനെ ആ വർക്ക് കൂടെ ഉള്ള കാരണം ഭയങ്കര രസം. ഇതാട്ടോ ബ്ലൗസ് പീസ്. ഇത് തന്നെ നല്ല കോമ്പിനേഷൻ, നല്ല പീസ് ചാട്ടുകളും അല്ലേ. അപ്പോൾ എല്ലാ വീഡിയോയും ആദ്യമായിട്ട് യൂട്യൂബ് കാണുന്നവർ അത് സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചു തരണം. അല്ലാത്തവരൊക്കെ ഷെയർ ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചു തരണം. ഞങ്ങളുടെ സമ്മാനം കിട്ടും. 1000 രൂപയുടെ, ഒരു മാസത്തിലൊരിക്കൽ 1000 രൂപയുടെ എന്തെങ്കിലും എടുക്കാം. മറക്കരുത്. ഷെയറിങ് ഒക്കെ ഒന്ന് ഇങ്ങനെ തൊട്ടാൽ മതിയല്ലോ. ബ്ലൗസ് പീസ്. ഇത് എന്ത് രസമുള്ള ഗ്രീനും ഈ കളറും. അടിപൊളി കോമ്പിനേഷൻ, അടിപൊളി. 1390 ഉള്ളൂ. നല്ല മഴ കേട്ടോ, ഒന്നും പറയാൻ പറ്റൂല ലോകത്തിൻ്റെ കാര്യം. ഇപ്പം ഗോൾഡൻ ഗ്രീൻ, ഗോൾഡൻ കളറ്, ഗ്രീൻ കളറ്. ബ്ലൗസ് ചെയ്ത് നല്ല ഡാർക്ക് ഗോൾഡൻ ആട്ടോ, പക്ഷെ നല്ല രസമുള്ള സൂപ്പർ കോമ്പിനേഷൻ. ഇത് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ ഞാൻ ഒറ്റ ഫോട്ടോ ഇല്ല, ഒറ്റ ഫോട്ടോ ആയിട്ടുണ്ടായിരുന്നു. അത് ഈ സാരിയ, ഈ ടൈപ്പ് സാരിയാ. ആ ഇതിൻ്റെ സെയിം ഡിസൈൻ ഉണ്ടെന്ന് തോന്നുന്നു നേരത്തെ സാരി. ഇതിപ്പോൾ സോഫ്റ്റ് സിൽക്കിൻ്റെ സാരി ആട്ടോ, സോഫ്റ്റ് സിൽക്കിൻ്റെ സാരിയാ. അപ്പോൾ ഈ സൈസ് സാരി, ഈ സെയിം ഡിസൈൻ അല്ല, ഇതൊക്കെ പുതിയ കളക്ഷനാണല്ലോ. നമ്മുടെ നേരത്തെ സാരി എടുത്തുകൊണ്ട് പോയി ഹാപ്പി കസ്റ്റമറിലിട്ട കൊച്ചിൻ്റെ ഫോട്ടോ കാണിക്കാം. നിങ്ങളത് കാണുമ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് വല്ലതും തോന്നുമോ? അപ്പോൾ ഡാൻസ് കളിക്കാത്ത ഫോട്ടോ ഇല്ല, സ്റ്റില്ലാക്കി എടുക്കാൻ പറ്റില്ലേ? ഈ സാരിയാ ഒറ്റയായിട്ട് സിംഗിളായിട്ട് നിൽക്കണതില്ല അല്ലേ, കണ്ടോ? ഫോട്ടോഷൂട്ട് ആട്ടോ ആ കൊച്ചിൻ്റെ. അതിൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞാലില്ല, ചുമ്മാ ഒരു ഫോട്ടോഷൂട്ടിന് പരസ്യത്തിന് ഏതാണ്ട് നിന്നതാണ്. ഈ സൈസ് സിൽക്ക് സാരിയാണ്. എന്നിട്ട് എല്ലാവരും ഇതിൻ്റെ വില ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയത്. ഇതിൻ്റെ ഈ സെയിം ഡിസൈൻ അല്ല, നേരത്തെ സാധനം എടുത്തതാണ്. അപ്പോൾ ഈ സെയിം ടോൺ ടു ടോൺ ആയിരുന്നു, അത് കാരണം ഞാൻ കാണിച്ചതാണ്. ഇതെത്ര ഇങ്ങനെ നിൽക്കണം, ചൊടാ പോകണം. അപ്പോൾ ഇപ്പം കല്യാണങ്ങൾക്കോ അങ്ങനെയൊക്കെ പോകുമ്പോൾ
ഇങ്ങനെ നമുക്ക് ഒരു സാരി ഉണ്ടെങ്കിലും അറിയില്ല വില വ്യത്യാസം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് കാണിച്ചത്. ഇത് എത്ര? 1199 ഉള്ളൂ കേട്ടോ. 1199. എല്ലാത്തിലും 1199 ആണോ? ആ കൊച്ച് 1499 അതിൻ്റെ അല്ലേ 1800-യുടെയാണ്. അപ്പോൾ ഈ ഏകദേശമൊക്കെ ഈ മോഡലാണ്. ഇത് കണ്ടോ 1199 ഉള്ളൂ കേട്ടോ. ഇത് നോക്കാം, ഇതേ ഒരു കോപ്പർ വീവിങ്, സൂപ്പർ സ്ട്രൈസ്, നല്ല രസമുള്ള കളേഴ്സും ആട്ടോ. ഇത് പെട്ടെന്ന് തീരും കേട്ടോ. നമ്മളിത് ആദ്യമായിട്ടാണ് കാണിക്കണേ. 1199 ഉള്ളൂ. $1199 ഉള്ളൂ. സൂപ്പർ സംഭവം കേട്ടോ. കനയില്ല. ദേ ഉടുക്കുമ്പോഴായിരിക്കും ആ കൊച്ചുടുത്ത് കണ്ടില്ലേ. മൊത്തം ഫ്ലീസ് ഞാൻ വെക്കണേ. എന്നിട്ടും ദേ ഇങ്ങനെ കണ്ടോ നന്നായിട്ടുണ്ട്. ബ്ലൂ 1199 അടിപൊളി സംഭവമാണ്. നല്ല കളർ ചാർട്ട് കേട്ടോ. മജന്ത എൻ്റെ ഫേവറേറ്റ് കളറാട്ടോ. ഇത് വയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര കളറല്ലേ, അല്ല എല്ലാവർക്കും കളർ ഇഷ്ടം. ഇങ്ങനെ ആരൊക്കെയോ പറയുമ്പോൾ നമ്മൾ സ്ഥിരം ആ ചിന്തയിലിരിക്കുവേ. നമ്മൾ എന്നിട്ട് എല്ലാം സെലക്ട് ചെയ്യണം. അങ്ങനെയാണ് ഈ ചിലർക്ക് ഇന്ന കളറേ ഉള്ളൂ എന്ന് പറയണതേ. അങ്ങനെ വന്നതാണ്. ഞാൻ ആഷ് ഇടാറില്ലായിരുന്നു. എനിക്ക് ആഷ് ഇട്ടപ്പോൾ എന്നാൽ കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലായി. ആഷ് എനിക്ക് ചേരില്ലെന്ന് തീരുമാനിച്ചു. എനിക്ക് ആഷ് ഡ്രസ്സ് ഇല്ല, പക്ഷെ ഇതിട്ടപ്പോൾ എനിക്കിഷ്ടമാണ്. അങ്ങനെ അത് കാരണം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടും. പിന്നെ ഒന്നാമത്തെ കോട്ടയാണ്. കോട്ട ഇടുന്നേ എനിക്കിഷ്ടം, കാണാൻ ഇല്ലോ. 1199 ഈ സൂപ്പർ ഇത്രയും ബോർഡറൊക്കെയുള്ള ബനാറസ് സാരി സൂപ്പറാണ്. സെമി ബനാറസ് സാരി, സോഫ്റ്റ് സിൽക്കിൻ്റെ കോഫി ബ്രൗൺ അപ്പം കാണിച്ചത്. എൻ്റെ എല്ലാം ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചായിരുന്നല്ലോ അല്ലേ? പ്ലെയിൻ സാരിയുടെ ഒക്കെ ബ്ലൗസ് പീസ് കാണിച്ചായിരുന്നോ? ബ്ലൗസ് പീസ് കാണിച്ചായിരുന്നോ? എൻ്റെ ബ്ലൗസ് പീസ് എന്തെങ്കിലും ആ പ്ലെയിൻ ആട്ടോ എല്ലാത്തിൻ്റെയും ബ്ലൗസ്. അരികത്ത് ഇങ്ങനെ ബോർഡറും ഉണ്ട്, അരികത്ത് ബോർഡറും ഉണ്ട്. പ്ലെയിനാണ്. ഞാനത് കാണിച്ചില്ല എന്ന് എനിക്ക് തോന്നിയാറുണ്ട്. വിശുദ്ധാത്മാവേ നന്ദി. എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വരുമ്പോൾ ഇത് കണ്ടോ, സൂപ്പർ സംഭവം കേട്ടോ. ആ നല്ല സോഫ്റ്റ് ചന്തേരി സിൽക്കിൻ്റെ ഈ സിൽക്ക് പ്രിൻ്റ് സിൽക്ക് സാരി ഇല്ലേ, അതുപോലെ ബ്ലൗസ് ചെയ്ത് അതിനൊരു സെൽഫ് പ്രിൻ്റൊക്കെ ഉണ്ട് കേട്ടോ ബ്ലൗസിലും. എന്ത് 1490 1490. അടിപൊളി സാരി. നല്ല അജ്രക് പ്രിൻ്റും ബാത്തിക്കും ഇക്കത്തും അങ്ങനത്തെ എല്ലാ ഡിസൈനും ഉണ്ട്. അതിൽ പല പല ഡിസൈനാണ്. ഇത് അജ്രക് പ്രിൻ്റിൻ്റെ വേറെ ഡിസൈൻ, പല പല ഡിസൈനായിട്ട്. ഇത് മെറൂൺ. എത്രയാണ് റേറ്റ്? ഇതിൻ്റെ ബ്ലൗസ് ബ്ലാക്ക്. നല്ല സാരി കേട്ടോ, ഉടുക്കാനും സോഫ്റ്റും കണ്ടാലും ഒരു ലുക്കില്ലേ. 1490 ഉള്ളൂ. നല്ല സാരിയാണ്. അതിൻ്റെ വേറെ ഡിസൈൻ. ഇത് വേറെ അജ്രക്കിൻ്റെ വേറെ ഒരു പ്രിൻ്റ്. അടിപൊളി സാരിയാണ്. ബ്ലൗസ് മെറൂൺ. 1490 സൂപ്പറല്ലേ, കണ്ടാലും നല്ല ലുക്കല്ലേ. നമ്മളിത് ആദ്യമായിട്ടാണ് കാണിക്കണേ, അത് കാരണം പെട്ടെന്ന് തീരും കേട്ടോ. പിന്നെ റീസ്റ്റോക്ക് വേണ്ടവർ ചോദിച്ചുകൊണ്ടിരുന്നാൽ മതി. നമ്മളെപ്പോഴും റീസ്റ്റോക്ക് പറയും. ചിലപ്പോൾ കിട്ടാൻ വൈകുമെന്നുള്ളൂ.
ഇത് പലതും പലയിടത്തുനിന്നല്ല, ഇന്ത്യ മുഴുവനും. കേരളത്തിലൊന്നും ഉൽപ്പാദിപ്പിക്കണില്ലോ. ബോംബെ, സൂററ്റ്, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ജയ്പൂർ, ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് പല മെറ്റീരിയലുകൾ. നമ്മൾ കച്ച് കോട്ടൺ എന്ന് പറഞ്ഞാൽ കച്ച് എന്ന് പറഞ്ഞ സ്ഥലം, കൽക്കട്ട, സൂപ്പർ. ഇത് നമ്മുടെ ഡിസൈനർ സാരിയാണ് ഈ തോണ. നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല. ഇതിൻ്റെ പടം കാണിക്കും. പടം പിക്ചർ എന്ത് ഇല്ല, എവിടെയോ പിക്ചർ കാണുമല്ലോ. ഇതിങ്ങനെ ഹാഫ് അറ്റത്ത് ഇങ്ങനെ വേറെ ഒരു ഷെയ്ഡ് പിക്ചർ ഉണ്ടത്. ഇതാണോ അതിൻ്റെ? അതെയോ? അതെ, ഇതാ. കാണിച്ചോ? ബ്ലൗസ് അയ്യോ പിടിച്ചു തന്നത് എങ്ങനെയായിരുന്നു? ഇത് ഇതിൽ സ്റ്റോൺ വർക്ക് കണ്ടോ കേട്ടോ. ഫുൾ 2 വശത്തെ സ്റ്റോൺ വർക്ക് ഉണ്ട്. ഇങ്ങനത്തെ കട്ട് ബീഡിൻ്റെ വർക്കാണോ കുഞ്ഞൂനൊരു യെല്ലോയിൽ. എത്ര രൂപയായി ഇതിന്? എത്രയാ? 1190 ഉള്ളൂ. ഫുള്ള് ഇത് ഇങ്ങനെ സ്റ്റോൺ വർക്ക് ഉണ്ട്. ഈ വശത്ത് നൈസായിട്ടും കട്ട് ബീഡാണെന്ന് തോന്നും. ബ്ലൗസ് പീസും ഇത് നല്ല സാരി ആയിട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ കോമ്പിനേഷനുകളെല്ലാം നല്ലതാണ്. ഇവിടെ ബ്ലൗസ് എടുത്ത് തന്നത് ശരിയായിട്ടല്ല. ഇത്രയും എടുത്താണ്ട് വരാൻ പറ്റില്ല. എടുത്ത് തന്നത് ആ ബ്ലൗസ് താഴത്തേട്ട് ചാടിപ്പോയി. അങ്ങനെ വിടുത്താണ്ട് നിങ്ങൾ വിടുത്താണ്ട് തന്നെ ഞാനൊന്ന് വിടുത്താം. അല്ലാണ്ട് തന്നെ തന്നരുത്. കണ്ടോ, ഇങ്ങനെ കുഴപ്പമില്ല. ഇങ്ങനെ വിടുത്താ. വേണ്ട, ഇങ്ങനെ വരും. ഇത് താഴെ വരും. ഇതൊക്കെ പടം കണ്ടല്ലോ. സൂപ്പറാട്ടോ. 1199 ഉള്ളൂ. അടിപൊളി മെറ്റീരിയല. അങ്ങനെ നിഴലടിക്കില്ല. ജോർജറ്റൊന്നുമല്ല, ഒരു സിൽക്ക് മോഡൽ. പതുപതുന്ന് സോഫ്റ്റ്, അത്ര നിഴലടിക്കില്ല. 1199 ഉള്ളൂ. ഭയങ്കര രസമുള്ള സാരി. അങ്ങനെ വിടുത്താണ്ട് വരാൻ പറ്റും. ഒട്ടും വിടുത്താണ്ട്. ഇങ്ങനെ കാണിക്കാം. അതാകുമ്പോൾ സൗകര്യം. എനിക്കിത് ഇങ്ങനെ കാണിക്കാൻ ഭയങ്കര പാടുപോലെ ഇങ്ങനെ വെച്ച്. വൺ 1199 അല്ലേ? 1190 കേട്ടോ. അതെ, ഇങ്ങനെ ആകുമ്പോൾ ശരിക്കും കാണാമല്ലോ. ശരിക്കും കളർ കോമ്പിനേഷൻ. ഈ പേസ്റ്റൽ ഗ്രീനും ഇതും വർക്കുകളും ശരിക്കും കാണാം. ഈ വസ്തു കണ്ടോ. ബ്ലൗസ് ഇത് പ്രിൻസസ് കട്ട് ഒരു ബ്ലൗസും തയ്ച്ചാൽ സൂപ്പർ സംഭവം. ഇതാകുമ്പോൾ ഇതിനകത്തൊരു പേപ്പറും ഉണ്ട്. നല്ല കേട്ടോ, നല്ല സാരിയാണ്. ഈ ഡബിൾ ഷെയ്ഡ് ഇവിടെ വന്നേക്കളാണ്. ഇതിന് എത്രയും ഭംഗി. ഇതിൻ്റെ കളർ ചാർട്ടുകളെല്ലാം ഭയങ്കര രസം കേട്ടോ. അടിപൊളി കളർ ചാർട്ടുകളല്ലേ. ഈ ഒച്ചയേക്കണ ഉള്ളി പേപ്പർ ഇരുന്നിട്ടാ കേട്ടോ. ഇവിടവും മറക്കണ്ട്, ഇവിടവും മറക്കണ്ട്. ഇതിൻ്റെ മുന്താണി ഒന്ന് കാണിക്കട്ടെ. ഇതല്ലേ ഉള്ളൂ. മുന്താണി എന്ന് പറയാൻ ഈ അറ്റത്ത് മറക്കണ്ടത്. ഫുള്ളിങ്ങനെ ഈ അറ്റത്ത് മറക്കണ്ട്. സാരിയുടെ ഇവിടെ നല്ല രീതിക്ക് വർക്കുണ്ട്. 1190. നല്ല പിങ്കും ഗ്രീനും. എന്ത് രസമുള്ള കോമ്പിനേഷൻ അല്ലേ. വില കൂടിയ സാരി നമ്മൾ കാഞ്ചീരമൊക്കെ 20-30 എടുക്കാൻ ചെന്നാൽ പോലും ഇങ്ങനത്തെ ഒന്നും കോമ്പിനേഷൻ ഇല്ല. അതാ പണ്ടത്തെ കാലത്തെ ഇതൊക്കെ വില തീരെ കുറയും തോറും ഭയങ്കര രസമുള്ള വെറൈറ്റിയിലേക്ക്. ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ആ ഡിസൈൻ അല്ലെന്ന് മാത്രം.
ഇത് പക്ഷെ നല്ല ഇതിൽ ഫുൾ വർക്കൊക്കെ ഉള്ള കാരണേ സിസാക്കി പോലത്തെ ഒരു വർക്ക് പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും. എത്രയാണ് റേറ്റ്? 900. പ്ലെയിൻ ബ്ലൗസ് അല്ല കേട്ടോ, ഇതിനൊരു സ്ട്രൈസ് ഉണ്ട്. 990 അല്ലേ? 950 ഉള്ളൂ. സൂപ്പർ സാരി. ഇത് നമുക്ക് പെട്ടെന്ന് തീരണ സാരിയാണ്. ഉടുത്താലും നല്ല ഇതാണ്. സെൽഫ് പ്രിൻ്റാണ്. ഉള്ളിൽ അപ്പടി ഇങ്ങനെ വർക്കൊക്കെ ഉള്ളപ്പേ പ്ലെയിൻ ബ്ലൗസും നല്ലതാണ്. 950 അല്ലേ ഉള്ളൂ. അടിപൊളി സംഭവം. 950 ഉള്ളൂ. മെറൂൺ. $950. ഇത് ബ്രൗൺ അല്ലേ? പിന്നെ ഇത് കോഫി ബ്രൗണാ. അത് മുന്തിരി കളറൊന്നുമല്ല. എന്നെ വഴി വെച്ചിക്കുക. ഇത് കാപ്പിപ്പൊടിയല്ലേ? അല്ലേ? അത് മെറൂൺ. ഇത് ഡാർക്ക് ബ്രൗൺ അല്ലേ? മുന്തിരി കളറാണോ ഇത്? ആണോ? അതിന് മുന്തിരി കളർ എൻ്റെ കൊണ്ട. ഗ്രീൻ. ഞാൻ തർക്കം ഉപേക്ഷിച്ചു. പണ്ടാക്കി ഞാൻ തർക്കിച്ച് കോഫി ബ്രൗൺ അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുക, എൻ്റെ നാവിൽ ഉപ്പിനാൽ രുചിയേറിയത് യേശുവിൻ്റെ കൃപയോടുകൂടിയ വാക്കുകൾ മാത്രമേ വന്നേ എന്നെ ഒന്ന് ശരിയാക്കണേ. എൻ്റെ സ്വഭാവം ഒന്ന് മാറ്റി തന്നെ. എനിക്ക് യേശുപ്പൻ്റെ സ്വഭാവം വേണം. എനിക്ക് ഈ ദേഷ്യവും കോപവും ക്രോധവും മെനകെട്ട് എൻ്റെ സ്വഭാവം മാറണം എന്ന് നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ. എന്നെ കാണുന്നവരൊക്കെ യേശുപ്പനെ കാണുന്ന പോലെ, യേശുപ്പനെ പോലെ വരണം. അങ്ങനെ ആകണം. ഞാനൊന്ന് പ്രാർത്ഥിക്കണേ. എൻ്റെ ഇളയ കൊച്ചു പറയും, നിങ്ങൾക്ക് ബോധയില്ല ചേച്ചിമാരെ, അമ്മയോട് ആരും തർക്കിക്കില്ല എന്ന് ചെറുക്കൻ പറയണേ. അമ്മയോട് ആരും ഇതുവരെ തർക്കിച്ച് ജയിച്ചിട്ടില്ലെന്ന് ഞാൻ എപ്പോഴും. അത് കാരണം ഞാനൊന്നും പറയാറില്ല അമ്മയോട്. ആ ചെറുക്കൻ പറയണേ. ഇത് മുന്തിരി കളറല്ലേ? ലൈലാക്കിൻ്റെ ഡാർക്ക് അല്ലേ? ഇനിയിപ്പോൾ തർക്കമൊക്കെ ഉപേക്ഷിച്ചു. അതൊക്കെ വൃത്തികെട്ട സ്വഭാവം. നന്നാകാൻ ആഗ്രഹിക്കുക. നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോയി വചനം പഠിച്ചിട്ട് വചനം നമ്മൾ പാലിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. നിങ്ങൾ വചനമൊക്കെ കേട്ട് നിങ്ങൾ പാലിച്ചാൽ നിങ്ങൾ യേശുപ്പൻ്റെ കൂടെ അടിച്ചു പൊളിക്കും. ഞാനിവിടെ കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തു യേശുവിൽ തന്നെ. 950 ഉള്ളൂ കേട്ടോ. അത് ബ്രിക്ക് കളർ. ഇതൊരു നല്ലൊരു കളറല്ലേ? എന്നാ കളറാ? പീച്ച് ഗോൾഡനൂടെ കൂടിയൊരു കളർ അല്ലേ? ഗോൾഡൻ്റെ ഒരു കുടുംബത്തിൽ ജനിച്ച കളറാണ്. പ്ലെയിൻ ബ്ലൗസ് ആട്ടോ എല്ലാത്തിനും. ഡിസൈൻ വ്യത്യാസം ഉണ്ടോ? ചിലതിനൊക്കെ ഡിസൈൻ വ്യത്യാസം. ഇതിനൊക്കെ ഡിസൈൻ വ്യത്യാസമുണ്ടോ? 950 ഉള്ളൂ കേട്ടോ. ഇത് മെറൂണാണ്. റെഡിഷ് മെറൂൺ അല്ലേ? ബ്രൗൺ എന്നല്ല അതിന് പറയണേ, മെറൂൺ. ഇനിയെങ്കിലും ആകട്ടെ. ഈ കളർ കാണിച്ചില്ലേ? ഓ എൻ്റെ പൊന്നെ, ഈ 10-25 കളറുണ്ട്. ലൈറ്റും ഡാർക്കും ഒക്കെ. അത് കാരണം എല്ലാവർക്കും കിട്ടുമായിരിക്കും. ഇതേ ലൈലാക്കി. വേണ്ടത് പെട്ടെന്ന് വെബ്സൈറ്റിലെടുത്തു, അല്ലേ ചോദിച്ചു വരുമ്പോൾ കിട്ടില്ല. പിന്നെ ഓൺലൈനിലുള്ള ഒന്നും ഇവിടെ ഇല്ല. കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ വന്നിട്ട് ദുഃഖിതമായിട്ട് പറയാം, ഓൺലൈൻ തുടങ്ങിയ പിന്നെ ഞാൻ ഇവിടുന്ന് എടുക്കൂല, മറ്റേ എപ്പോഴും നിങ്ങളുടെ ഡ്രസ്സായിരുന്നു. അതിനാ ഞാനിവിടെ വരുമ്പോൾ ഓൺലൈനിൽ കണ്ടോന്നും അല്ലേ, എന്നാൽ വന്നെ കുറേ നാൾ കഴിഞ്ഞാൽ വന്നേന്ന് ഓർക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇന്നിപ്പോൾ എന്തിയാ പുറത്താ, ഇനി ആകെ നിരാശപ്പെട്ട് വാങ്ങിക്കും. അപ്പം ഞാൻ കുറേ ചുരിദാർ എടുത്ത് കാണിച്ചു, വെറൈറ്റിയൊക്കെ. അങ്ങനെ വന്ന് 1-2 ചുരിദാർ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ പാർട്ടി വെയർ കുർത്ത വെച്ചിടുന്നു. ഞാൻ പറഞ്ഞു, പാർട്ടി വെയർ ഈ ചുരിദാറിട്ട് കുർത്ത ഇടുമ്പോഴേക്കാളും ഭംഗിയായിരിക്കും ഷോളിലൂടെ ഒക്കെ ഇട്ട് ഇങ്ങനെ സ്റ്റൈലിൽ ചെല്ലണേ. അപ്പം നമ്മൾ നോക്കാഞ്ഞിട്ട് ഞാൻ അപ്പം പുള്ളിക്കാരോട് പറഞ്ഞു, ഓൺലൈൻ കാണിക്കണ കടയെ മാത്രം അപ്ഡേറ്റ് സാധനങ്ങളുള്ളൂ. നമ്മൾ ഓൺലൈൻ ചെയ്യണ കാരണം മാത്രം നമ്മൾ ഇത്രയും ഡ്രസ്സ് എടുക്കണുള്ളൂ. അല്ലെങ്കിൽ മാസത്തിൽ വല്ല 2 പർച്ചേസിങ്. ഇത് ഡെയിലി കിട്ട ദൂരം വന്ന് കിടക്കണം എൻ്റെ പൊന്നെ, ഡെയിലി. അപ്പം നിങ്ങൾ ഓൺലൈൻ ചെയ്യണയാണ് കടയിലൊന്നുമില്ലെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഒരു 3-4 വീഡിയോയ്ക്ക് എപ്പോഴും എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്.
ഒരാഴ്ചത്തെ വീഡിയോക്കുള്ള സ്റ്റോക്ക് കാണും. അല്ലാണ്ട് നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റുമല്ലോ അന്നൊന്ന് ഓടി പിടിച്ചൊക്കെ. ഇത് ലൈലാക്കിൻ്റെ ഒക്കെ ഭയങ്കര വ്യത്യസ്തത, ബ്രൗണോടെ കൂടി കളർ. ഇത് അടിപൊളി ഒരു ബനാറസ്, ജോർജറ്റ് ബനാറസ് ആണെന്ന് തോന്നുന്നു അല്ലേ? ജോർജറ്റ് തുണി അല്ലേ? എനിക്ക് നല്ല എന്നോട് എടുത്തോളാം. ബ്ലൗസ് പീസ് ഇത് നല്ല ബനാറസ് ബ്ലൗസ് പീസാണല്ലോ. റേറ്റ് എത്രയാണ്? 1699 കേട്ടോ. ഇനിയിപ്പോൾ ബനാറസിൻ്റെ കാലമായി. ഇതിൻ്റെ ബനാറസിൻ്റെ ചുരിദാർ, ബനാറസിൻ്റെ ഇത് ബനാറസ്. ഇപ്പോൾ 2-3 വർഷം ഇനി ബനാറസിലായിരിക്കും നമ്മൾ. അത് കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യുള്ളൂ. എല്ലാവരും ബനാറസാണ്. 1699 ഉള്ളൂ. അടിപൊളിയാണ്. പെട്ടെന്നതായോ. ഈ മെറ്റീരിയൽ വ്യത്യാസത്തിലാട്ടോ വില വ്യത്യാസം വന്നേ. ആദ്യം നമ്മൾ കാണിച്ചത് സിൽക്ക് മെറ്റീരിയല്ല, ഇത് ഈ സിൽക്കല്ല, ജോർജറ്റ് ഇല്ല സ്റ്റഫ്. ബ്ലൗസ് ചെയ്തിട്ട് പോയി ഇതാട്ടോ ബനാറസ് ഫുൾ ഇതുള്ള ബ്ലൗസ് പീസും ആട്ടോ. ഭയങ്കര ലുക്കാട്ടോ, നല്ല സംഭവം കേട്ടോ, നല്ല കളറും. ഒരു മനുഷ്യർക്ക് ഇതിൻ്റെ വിലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം അറിയാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ വേണോ അതൊക്കെ എടുത്തോ, പെട്ടെന്ന് എടുത്തോ. ബനാറസ് കളക്ഷൻ ഒത്തിരി വന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോ കാണിക്കാത്തതൊക്കെ കാണും. വന്നവരൊക്കെ ബനാറസിൻ്റെ നല്ല രസമല്ലേ. ഏറ്റവും വലിയ ഗുണം എന്നാന്ന് പറഞ്ഞാൽ കാഞ്ചീപുരം എടുക്കുമ്പോൾ വണ്ണം തോന്നി, ഇത് വണ്ണം തോന്നിക്കില്ല, ചോദിക്കി കിടക്കും. ഇതാ ബ്ലൗസ് പീസ്. അതൊരു വലിയ ഗുണം തന്നെയാണ്. വണ്ണം കുറയാനാണെങ്കിൽ തീറ്റ കുറച്ചിട്ട് വേണ്ട വണ്ണം കുറയാൻ. എനിക്കിനിപ്പോൾ സോഫ്റ്റ് ഒഴുകി കിടക്കാൻ സാരി കൊടുത്ത് ഞാൻ വണ്ണം കുറയ്ക്കാമെന്നാണ് തീരുമാനം. നല്ല കോമ്പിനേഷനുകളൊക്കെയാണ്. റേറ്റ് ആകെ ഇത്രയേ ഉള്ളൂ. ബ്ലൗസ് പീസ് ഇതാന്ന് പറഞ്ഞാൽ ഫുള്ള് ബനാറസിൻ്റെ ഇത്ര ആൻറ്റിക് കളറാണ്, ആൻറ്റിക് ചെറിയ തുറന്നല്ലേ. ഇനി നമ്മുടെ ക്രോഷ്യോടെ കോട്ടണ എന്നും നമ്മൾ കോട്ടയാണ് കാണിക്കാറ്. ഇന്ന് നമ്മൾ കോട്ടനാട്ടോ. എന്നൊരു വ്യത്യാസങ്ങൾ വേണ്ട, ചുമ്മാ കോട്ടൺ സാരി ക്രോഷ്യോ. നമ്മുടെ ക്രോഷ്യോയുടെ ഫുൾ സെയിം ഉണ്ട്. ബ്ലൗസ് 1199. നല്ല ഇതാണ്, നല്ല ബ്ലൗസുമാണ്, പ്യുവർ കോട്ടൺ ആണ്, ഹാൻഡ് വർക്ക് ആട്ടോ. ഈ ക്രോഷ്യോ ഫുള്ള് ഇതേ ബ്ലൗസ് മുന്താനിയൊക്കെ നോക്കും തോറും ക്രോഷ്യാണ്. 1199 ഉള്ളൂ. നല്ല കളേഴ്സൊക്കെയാണ്. കോട്ട തന്നെ എന്നും വേണമെന്നില്ലല്ലോ. ഒരു കോട്ടൺ സാരി കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉള്ളത് വീഡിയോ കാണിക്കണ്ടേ. 1199. എനിക്കിപ്പോൾ നേരം വെളുത്താൽ ചിന്ത മറ്റേ എന്ത് ഡ്രസ്സ് ഇടുന്നല്ലേ എല്ലാവരും ഓർക്കണേ. അല്ല ഒരു ഇതിൽ കണ്ടില്ലേ, ഇന്ന് എന്ത് കറി വയ്ക്കുക, പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് ആലോചിക്കുക, അതൊരു ചിന്ത. ഇന്നെന്ത് ഡ്രസ്സിടും, അതൊരു ചിന്ത. ആ ചിന്തകളൊക്കെ മാറിയിപ്പോൾ ഇന്നെന്ത് വീഡിയോ ഇടും, എനിക്കിതാണിപ്പോൾ. ആ വീഡിയോക്കുള്ള തുണി എവിടെ നിന്ന് കിട്ടും? ഇതാ ദൈവമേ, ഇതാണ് എൻ്റെ മുട്ടില്ലാണ്ട് യേശോമ്പരാൻ കൊണ്ടുകിടക്കണ്ട കേട്ടോ. ക്രെഡിറ്റ് അപ്പടി യേശോമ്പരാനേ ഉള്ളൂ. എനിക്ക് ക്രെഡിറ്റേ വേണ്ട. മുട്ടില്ലാണ്ട് എൻ്റെ യേശോമ്പര എന്നെ കൊണ്ടുനടത്താൻ മതിയായിരുന്നു. സർവശക്ത സ്തോത്രം ഒന്നും പറയണ്ട. 2024 എപ്പോഴും ഞാൻ നാവി പറഞ്ഞുകൊണ്ടിരിക്കാം. ഞാൻ വാലല്ല തലയാകും, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ താഴ്ച പ്രാപിക്കില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കും. ഞാൻ അങ്ങനെ തന്നെ 5 മിനിറ്റ് കൂടുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അടിപൊളി കളേഴ്സാട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും 2024 ഒരു അനുഗ്രഹം അനുഭവിക്കാൻ പറ്റിയ വർഷമാകട്ടെ. അടിപൊളി സാരികളാണ്, നല്ല കളേഴ്സ് കോമ്പിനേഷൻ. നേവി ബ്ലൂം അജന്തയാണ് കേട്ടപ്പോൾ കാണിച്ചത്. ഇത് ഗ്രീനും പിന്നെ റോസും. ഞാൻ പർച്ചേസിങ്ങിന് എന്നാലും എന്നെ കാണുന്ന വഴിയായി ആൾക്കാർക്ക് ആർക്കും ഒരു സന്തോഷം പോലില്ല. അയ്യോ എനിക്കൊന്നും കിട്ടിയില്ല, ഇതെനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഇഷ്ടമല്ല, അങ്ങനെ വെട്ടിത്തുറന്ന് പറയരുത്. ഞാൻ എന്നും ഓർക്കും. നീയൊക്കെ ഇച്ചിരി മയപ്പെടണം. ഇതാണോ ഇത്, അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് വല്ലവരും പറയുമ്പോൾ കേൾക്കുമ്പോൾ വിഷമമാണ്. അപ്പോൾ ഞാൻ എന്തിനാ അങ്ങനെ പറയണേ? നമ്മൾ തന്നെ നമ്മളെ ഒന്ന് നന്നാക്കണം. ഗ്രീൻ കേട്ടോ,
ഞാൻ വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ സാരിയിലായിരിക്കണം കേട്ടോ ശ്രദ്ധ. സ്ക്രീൻഷോട്ട് തരുമെന്ന് എടുക്കുക. എന്നിട്ട് ആ സ്ക്രീൻഷോട്ടിൽ ഒന്നുകൂടെ നോക്കുക നിങ്ങൾക്ക് ഏത് വേണമെന്ന്. എന്നിട്ടൊരു 3-4 സാരി, 3-4 ചുരിദാർ, 3-4 കുർത്ത റണ്ണിങ്ങും എല്ലാം എടുത്തു. 1199. അല്ലെ ആദ്യം കണ്ടതൊക്കെ മറന്നു പോകും. ഇപ്പോൾ കാണുമ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടിരുന്നാൽ അതിലിഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ എടുക്കാമല്ലോ. ഞാനൊക്കെ അങ്ങനെയാണ്. സമയം എത്രയും 30 ഇത് മതി. അപ്പേ 30 മിനിറ്റ് 30 മിനിറ്റ് നിങ്ങൾ എന്നെ സഹിച്ചല്ലോ. അപ്പോൾ ഇതേ ഷെയർ ചെയ്യണ ആരും മറക്കരുത്. നമുക്ക് 1000 രൂപയുടെ സമ്മാനം, 1000 രൂപയൊക്കെ വിലയേറിയതാ. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്തേരെ. ഫേസ്ബുക്കിൽ ആ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിലെ ഷെയർ എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞാൽ അപ്പോൾ ആ ഷെയർ നൗ, അപ്പോൾ അന്ന് ഷെയർ ചെയ്താൽ മതി. യൂട്യൂബിലും ഷെയറിൻ്റെ ഓപ്ഷനില്ല വെച്ചേ, ചുമ്മാ ഷെയറിൽ ഞെക്കിയാൽ പോരെ. അപ്പം അങ്ങനെ യൂട്യൂബിൽ ഷെയർ ചെയ്യുക, ഇൻസ്റ്റയിലൊന്ന് ഫോളോ ചെയ്ത് ഒന്ന് ലൈക്ക് അടിക്കുക. എന്നിട്ട് അതിൻ്റെ ആ സ്ക്രീൻഷോട്ട് ആദ്യമായിട്ട് യൂട്യൂബിൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ യേശുമ്പരാൻ എല്ലാവരെയും ഈ വീഡിയോ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്ന എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.